പ്രൈസ് ലോർഡ്. ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, ഈ പുതിയ ദിവസത്തിനായി സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായി നൽകിയ ഈ നല്ല ദിവസത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. സ്നേഹവാനായ സ്വർഗീയ പിതാവ്, കൃപയും കരുണയും മനസ്സിലിവും ദയയുള്ള ദൈവം തന്റെ കൃപയാൽ നമുക്ക് ഒരു പുതിയ ദിവസം കൂടി ദാനമായി നൽകി. ഓരോ ദിവസവും ഏറ്റവും പുതിയതും ഏറ്റവും മനോഹരവുമാണ്. ഓരോ ദിവസവും ദൈവികമായിട്ടുള്ള സ്വസ്ഥതയും സമാധാനവും സന്തോഷവും അനുഭവിച്ചുകൊണ്ട് നാം ജീവിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. മാത്രമല്ല, ദൈവരാജ്യത്തിന്റെ അധികമായ പ്രകാശനത്തിൽ നാം ജീവിക്കുകയും ദൈവത്തെ സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയത്തിലേക്ക് വളർന്നു വരണമെന്നും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവവചനത്തിൽ പറയുന്ന ഓരോ അനുഗ്രഹങ്ങളും നാം പ്രാപിക്കുവാനായിട്ട് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിന്റെ അനുസരണമാണ് നമ്മെ സഹായിക്കുന്നത്. മാത്രമല്ല, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് നിത്യതയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്: ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷമത്രേ. അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനും മനുഷ്യർക്ക് കൊള്ളാകുന്നവനുമാകും. അതുകൊണ്ട് ഒരു സമയത്ത് നമ്മൾ ഈ ലോകത്തിന്റെ മോഹങ്ങളിലൊക്കെ നടന്നിരിക്കാം. എന്നാൽ ദൈവം നമ്മെ വിളിച്ച് അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച് തൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവുമായിട്ടൊക്കെ തിരഞ്ഞെടുത്തത് എന്തിനാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അതിനൊത്തവണ്ണമാണ് ജീവിതത്തെ ക്രമപ്പെടുത്തുന്നത്. മാത്രമല്ല, നശിച്ചു പോകാത്തതും നിലനിൽക്കുന്നതുമായ നിത്യതയിലാക്കി ജീവിക്കാനായിട്ട് പരിശുദ്ധാത്മാ നമ്മെ സഹായിക്കുന്നു. സ്വസ്ഥതയും സമാധാനമുള്ള ഒരു ജീവിതത്തിനായിട്ട് ദൈവം നമ്മെ സഹായിക്കുന്നു. അതുകൊണ്ട് ഈ ഒരളവിലേക്ക് ഒരുങ്ങുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഒരുപക്ഷെ നമുക്ക് ചുറ്റുമുള്ള അനേകരും ലോകത്തിൻ്റെ മോഹങ്ങളിൽ നടക്കുന്നവരായിരിക്കാം. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ വിളിച്ച് നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിച്ച് എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചതെന്നും ദൈവസൃഷ്ടിയുടെ ഉദ്ദേശം എന്താണെന്നൊക്കെ നമുക്ക് വെളിപ്പെടുത്തി തന്നെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ് അതിനൊത്തവണ്ണം ജീവിതത്തെ ക്രമപ്പെടുത്തുക എന്നുള്ളത്. അതുകൊണ്ട് അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായി. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ വിനിയോഗിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 1 മുതലുള്ള ചില വാക്യങ്ങൾ. അവിടെ ഇങ്ങനെ പറയുന്നത്: എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളേണമേ. അപ്പോൾ ഈ ജീവിതയാത്രയിൽ യേശുവിനെ അറിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചറിയാണ്: ദൈവമാണ് എൻ്റെ നീതി, ദൈവമാണ് എൻ്റെ രക്ഷ, ദൈവം എൻ്റെ മറവിടമാണ്, എൻ്റെ പ്രതിഫലമാണ്, എൻ്റെ പാറയാണ്, എൻ്റെ വീണ്ടെടുപ്പുകാരനാണ്, എനിക്കായിട്ട് നിത്യഭവനം ഒരുക്കി എന്നെ ചേർപ്പാൻ വേഗത്തിൽ വരുന്നവനാണ് എന്ന് ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തി തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. ഇവിടെ പറയണം: എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളേണമേ. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. അപ്പോൾ ഉത്തരമരുളേണമേ എന്ന് പ്രാർത്ഥിച്ചു. ഉത്തരമരുളി എന്നുള്ളൊരു തിരിച്ചറിവ് പിന്നീട് ഉണ്ടാകുകയാണ്. കാരണം ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. അപ്പോൾ ഞാൻ കഷ്ടതയിലായിരുന്നു, നന്നായി നിന്റെ ചട്ടങ്ങളെ പഠിപ്പാൻ അത് മുഖാന്തരമായല്ലോ എന്ന് ദാവീദ് പറയുന്നുണ്ട്. മാത്രമല്ല, ദൈവവചനത്തിൽ പലയിടങ്ങളിലും കഷ്ടതയുടെ നടുവിലാണ് ദൈവം ആരാണെന്ന് അറിയുവാനായിട്ട് പങ്കാളികൾക്ക് ദൈവം ഭാഗ്യം നൽകിയിരിക്കുന്നത്. കാരണം ജീവിതത്തിൻ്റെ എല്ലാ സുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കാലയളവിൽ ദൈവം ആരാണെന്ന് അന്വേഷിക്കുവാനോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചിന്തിക്കുവാനോ പങ്കാളികൾക്ക് സമയമില്ല. എന്നാൽ പലപ്പോഴും ദൈവത്തിൻ്റെ സ്നേഹത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹിക്കുമ്പോൾ പലപ്പോഴും പലവിധമായിട്ടുള്ള കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും ഒറ്റപ്പെടലും നിരാശയിലൊക്കെ ആയിരിക്കുമ്പോഴാണ് ദൈവം നമ്മളോട് ഹൃദ്യമായി സംസാരിക്കുന്നത്. എനിക്ക് നിന്നെക്കുറിച്ചൊരു നിരൂപണമുണ്ട്, അതൊരിക്കലും നിന്റെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ളതാണ് എന്ന് ദൈവം അറിയിക്കുവാനായിട്ട് ഇടയായിത്തീരും. മാത്രമല്ല, അവിടെ ദൈവമുഖം അന്വേഷിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഞെരുക്കത്തിലിരുന്നപ്പോൾ വിശാലത വരുത്തുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാനും സാധിക്കും. ഒരുപക്ഷെ ജീവിതത്തിൽ ഒരു കാലഘട്ടം വരെ തൻ്റെതായിട്ടുള്ള ഇഷ്ടങ്ങളിൽ ഓടുകയും അധ്വാനിക്കുകയൊക്കെ ചെയ്തിട്ടും ഒന്നും സമ്പാദിക്കുവാൻ പറ്റാതിരുന്നപ്പോൾ, അല്ലെങ്കിൽ ഓട്ടക്കീശയിൽ നാണയമിടുന്ന ഒരു അവസ്ഥയിലായിരുന്നപ്പോൾ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുവാനായിട്ട് അവങ്കിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു: ദൈവമേ, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു. ദൈവമുഖം അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ ഒരുപക്ഷെ ആയിരുന്നത് കഷ്ടത്തിലായിരിക്കാം, ഞെരുക്കത്തിലായിരിക്കാം, പക്ഷേ ദൈവം അവിടെ വിശാലത വരുത്തുകയാണ്. ദൈവം വാതിലുകളെ തുറക്കുന്നു, ഹൃദയങ്ങളെ അനുകൂലമാക്കുന്നു. ദൈവജനം പറയുന്നത്: യഹോവയല്ലോ സമ്പത്തുണ്ടാക്കുവാൻ നിനക്ക് ആരോഗ്യം തരുന്നത്. ദൈവവചനത്തിൻ്റെ അനുസരണത്തിലേക്ക് തിരിയുവാൻ തക്കവണ്ണം
ജ്ഞാനമുള്ളൊരു ഹൃദയം ദൈവം നൽകുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് എല്ലാവിധമായിട്ടുള്ള അനുഗ്രഹങ്ങൾ അനുഭവിക്കാനായിട്ട് സാധ്യമാകും. തുറന്നു പറയാണ്, എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. യഹോ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിവിൻ. ഇവിടെ പറയണം, എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു. കാരണം ദൈവജനം എങ്ങനെ പറയുന്നു? പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ സകല ജഡവും നിന്റെ അടുക്കിലേക്കല്ല വരുന്നത്. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു. പലപ്പോഴും പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചതിന് ഉത്തരം അപ്പോൾ തന്നെ കിട്ടാത്തതുകൊണ്ടായിരിക്കാം. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഉത്തരം തരാത്തത് ദൈവത്തിന് അതിന് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, മറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരളവിലേക്ക് നമ്മളൊന്ന് ഒരുങ്ങണം. അതുകൊണ്ടാണ് ദൈവജന സങ്കീർത്തനം 105 സങ്കീർത്തനത്തിൽ അവിടെ 106:15 അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, അവർ അപേക്ഷിച്ചത് അവർ അവന് കൊടുത്തു, പക്ഷെ അവന്റെ പ്രാണന് ക്ഷയം അയച്ചു. അപ്പോൾ നമ്മൾ അപേക്ഷിക്കുന്നതൊക്കെ അപ്പപ്പോൾ തന്നു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളുടെ പ്രാണന് ക്ഷയം അനുഭവിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ദൈവം ആദ്യം നമ്മളെ ഒരുക്കുകയാണ് ചെയ്യുന്നത്. 106:15 അവർ അപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തെങ്കിലും അവരുടെ പ്രാണന് ക്ഷയമയച്ചു. നമ്മളുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രാണന് ക്ഷയമയക്കുന്ന ഒരു ജീവിതത്തിലേക്കല്ല ദൈവം നമ്മളെ വിളിക്കുന്നത്. നമ്മുടെ പ്രാണൻ പണിയപ്പെട്ട് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകും. മാത്രമല്ല, നമ്മുടെ ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെയും സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നു. വിളിച്ചവനെ കുറിച്ചുള്ള പരിജ്ഞാനത്താൽ ഇവയൊക്കെ നമുക്ക് ലഭിക്കും എന്ന് ദൈവജനം വ്യക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ കർത്താവിനോട് ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എല്ലാവിധമായിട്ടുള്ള അനുഗ്രഹങ്ങളും ദൈവം നൽകുന്നത് കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല, നിത്യതയുടെ പ്രകാശനത്തിൽ ജീവിക്കുവാനും സാധിക്കും. തുറന്നു പറയാം, യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിയാൻ ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവ തേജസ്സിന് വേണ്ടി, ദൈവത്തിന്റെ പ്രിയ മക്കളായി തീരുവാൻ വേണ്ടി, നിത്യനായ ദൈവത്തോടുകൂടെ നിത്യത മുഴുവൻ മരണമില്ലാത്ത തേജസ്സുള്ള ശരീരത്തിൽ വസിക്കുവാൻ. ഇത് ഏറി പങ്ക് ആളുകൾക്ക് അറിയത്തില്ല. ആളുകൾ ചിന്തിക്കുന്നത് ജീവിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നമ്മുടെ ഇഷ്ടങ്ങൾ നടക്കുക, പിന്നെ മരിച്ചു കഴിഞ്ഞു, തീർന്നല്ലോ, അതിനപ്പുറം പിന്നെ ആരും കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയല്ല. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് നിത്യതയ്ക്ക് വേണ്ടിയിട്ടാണ്. നിത്യനായ ദൈവത്തോടു കൂടെ നിത്യത മുഴുവൻ വസിക്കുവാൻ വേണ്ടി ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ അതിന് തടസ്സം നിൽക്കുന്നത് പാപമാണ്. എന്നാൽ ആ പാപത്തെ ദൈവം തന്നെ ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് പാപത്തിന്റെ ശിക്ഷ മരണമാണെന്ന് കൽപ്പിച്ച ദൈവം തൻ്റെ മരണത്താൽ ആ ശിക്ഷയെ നീക്കിക്കളഞ്ഞിട്ട് മരണത്താൽ വന്ന ദ്രവത്വത്തെ നീക്കി തിരികെ നിത്യ തേജസ് ദൈവം നമ്മളിലേക്ക് പകരുകയാണ് ചെയ്യുന്നത്. നിത്യനായ ദൈവത്തോടുകൂടെ, തേജസ്സുള്ള ദൈവത്തോടുകൂടെ, തേജസ്സിൽ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും വസിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പറയാണ്, യഹോ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു. ഞാൻ യഹോ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. അപ്പോൾ ദൈവം ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു. ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തി തിരിച്ചറിയാണ്, ഞാൻ ദൈവത്തെ വിളിക്കുമ്പോൾ, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവന്റെ പ്രാർത്ഥന കേൾക്കും. അതൊരു തിരിച്ചറിവിലേക്ക് വരികയാണ് ചെയ്യുന്നത്. തുറന്നു പറയാണ്, നടുങ്ങുവിൻ, പാപം ചെയ്യാതിരിപ്പിൻ. അപ്പോൾ ഒരു തിരിച്ചറിവ് പിന്നെയും ഉണ്ടാകുകയാണ്. എൻ്റെ പാപമാണ് ദൈവത്തെയും എന്നെയും തമ്മിൽ അകറ്റിയത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും അവസ്ഥകളിൽ കൂടിയൊക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അത് ദൈവം ആരെയും ദോഷങ്ങൾ കൊണ്ട് പരീക്ഷിച്ചിട്ടല്ല. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെട്ടിട്ടാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ വന്ന പാപങ്ങളാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള അവസ്ഥയ്ക്ക് കാരണമായത്. ഇനി പാപത്തിൽ ജീവിക്കുവാനല്ല. എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ യേശു കർത്താവ് ഏറ്റെടുത്തെങ്കിൽ, എൻ്റെ പാപം എല്ലാം കഴുകി ശുദ്ധീകരിച്ചെങ്കിൽ, ഇനി പാപത്തിൽ ജീവിക്കുവാനല്ല, നടുങ്ങുവിൻ, പാപം ചെയ്യാതിരിപ്പിൻ. ഈ ഒരു ബോധ്യത്തിലാണ് ജീവിക്കുന്നത്. തുറന്നു പറയും, നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിപ്പിൻ. ഒരു സമയത്ത് കിടക്കമേൽ കിടന്ന് ദോഷം നിരൂപിച്ചിരുന്നെങ്കിൽ ഇനി നമ്മൾ കിടക്കുന്ന സമയത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കിടക്കണം. ആ മഹത്വത്തെ ധ്യാനിക്കണം. ദൈവം എത്ര വലിയവനാണ്. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനങ്ങൾ അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. കോടിക്കണക്കിന് നക്ഷത്രങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും ആകാശമണ്ഡലങ്ങളെയൊക്കെ സൃഷ്ടിച്ച ഇത്രയും വലിയവനായ ദൈവം എന്നെ സ്നേഹിക്കുകയും മാത്രമല്ല ആ ദൈവം എന്നിൽ വസിച്ചുകൊണ്ട് എന്നെ തേജസ്സിനുള്ള ഒരു ആലയമാക്കി ഒരുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ബുദ്ധിക്കൊന്നും എത്താത്ത കാര്യങ്ങളാണത്. എന്നാൽ ആത്മാവിൽ അതിനെ ഗ്രഹിക്കാനായിട്ട് സാധിക്കുന്നു. തുടർന്ന് പറയാണ്, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഒരു സമയത്ത് സമ്പത്തുണ്ടാകുന്നതാണ് വലിയ സന്തോഷമെന്ന് ചിന്തിച്ചപ്പോൾ ദൈവത്തിന്റെ വചനത്തിന്റെ അനുസരണത്തിൽ കൂടി ജീവിക്കുവാൻ ഇടയായപ്പോൾ തിരിച്ചറിയണം, ധാന്യവും വീഞ്ഞും ഒന്നും അല്ല, അതിനപ്പുറം
അതൊക്കെ വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ വലിയ സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. കാരണം എന്താ? ദൈവത്തിൻ്റെ സന്നിധിയിൽ സന്തോഷം, അവൻ്റെ വലതുഭാഗത്ത് എന്നും പ്രമോദമുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമ്മളെ ഇരുത്തിയിരിക്കുന്നത്. പുത്രൻ ഇരിക്കുന്നിടത്ത് വലത്തുഭാഗത്ത് പിതാവിൻ്റെ സന്നിധിയിൽ നമ്മളെ ഇരുത്തിയിരിക്കുന്നു. അവിടെ എന്നും സന്തോഷമുണ്ട്. ആ സന്തോഷം ഈ ലോകത്ത് എന്തെങ്കിലും പണം കിട്ടുമ്പോഴോ, വസ്തുവകൾ സമ്പാദിക്കുമ്പോഴോ, എന്തെങ്കിലും നൈമിഷിക സുഖങ്ങൾ കിട്ടുമ്പോഴുള്ള സന്തോഷമല്ല. അതിനപ്പുറമായിട്ടുള്ള നിലനിൽക്കുന്ന നിത്യസന്തോഷമാണ് ദൈവം നമുക്ക് നൽകി. തുറന്നു പറയാം, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ഒരു സമയത്ത് സമാധാനമില്ലായിരുന്നു, തിരിഞ്ഞു മറിഞ്ഞൊക്കെ കിടന്നിരുന്നു, നാളെക്കുറിച്ച് ആവലാതിപ്പെട്ടിരുന്നു. എന്നാൽ എല്ലാ ആകുലങ്ങളും ഭാരങ്ങളും ഉത്കണ്ഠകളും ഒക്കെ ദൈവകരങ്ങളിൽ കൊടുക്കുകയും എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം എനിക്കൊരു ദോഷം ചെയ്യുന്നവനല്ല, ഒരു അനർത്ഥവും നിനക്ക് വരത്തില്ല, ഒരു ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല, സകല വഴികളിൽ എന്നെ കാക്കുവാൻ അവൻ ദൂതന്മാരെ കൽപ്പിച്ചാക്കിയിരിക്കുന്നു. ഈ കർത്താവിനോട് കൂടെയുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, കണ്ടാലും ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെയുണ്ട് എന്നുള്ള ഒരു വലിയ ഉറപ്പ് സമാധാനത്തോടെ കിടന്നുറങ്ങുവാനായിട്ട് സഹായിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, എനിക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവ് എനിക്ക് ഒരിക്കലും ദോഷം ചെയ്യുന്നവനല്ല, നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരുന്ന ഒരു അനുഭവത്തിലേക്ക് എന്നെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ സ്വസ്ഥതയോടെ സമാധാനത്തോടെ ഉറങ്ങും. ഞാൻ ദൈവത്തിൻ്റെ തേജസ്സുള്ള മുഖം കണ്ടുകൊണ്ട് ഉണരും. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതത്തിലേക്ക് ഓരോ ദിവസവും എന്നെ ദൈവം നയിക്കും. മാത്രമല്ല, കർത്താവിൻ്റെ വരവെങ്കിൽ കണ്ണിമയ്ക്കുന്നതിനിടെ രൂപാന്തരപ്പെടുന്ന തേജസ്സിൻ്റെ മകനായി, മകളായി ദൈവം എന്നെ ഒരുക്കും. പ്രാർത്ഥിക്കും. കർത്താവ് പിതാവേ, അളവറ്റ കൃപയും കരുണയും ഞങ്ങളുടെ മേൽ പകരുന്ന ദൈവമേ, ഇത്ര വലിയ തേജസ്സിനായി ഞങ്ങളെ വിളിച്ചിരിക്കുന്ന അങ്ങയുടെ സ്നേഹം എത്ര വലുതാണ് ഞങ്ങൾ അറിയുന്നു. അതിൻ്റെ വീതി, നീളം, ഉയരവും ആഴമൊക്കെ അനുഭവിപ്പാൻ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും കർത്താവ് വിവിധ സാഹചര്യങ്ങളുടെ നടുവിൽ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നല്ലോ. ഈ ശബ്ദങ്ങൾക്ക് ഓരോ മക്കളെ അനുഗ്രഹിക്കുന്നു. അവരുടെ ഭവനങ്ങൾ, ഞങ്ങളെല്ലാവരുടെയും ഭവനങ്ങൾ സ്വർഗീയ ഭവനങ്ങളായി തീരട്ടെ. സ്വസ്ഥതയും സമാധാനവും സന്തോഷവും അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കണം. ആവശ്യങ്ങളിൽ കരം കൂടിയിരിക്കണം. ദുഷ്ടൻ്റെ ഇലപ്പെടാതെ കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി. യേശു ക്രിസ്തു നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ഗോഡ് ബ്ലസ് യു.